ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വ്ളോഗ് എന്നറിയാം. പക്ഷേ ഇന്നതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇനി മുതൽ അങ്ങോട്ട് തുടർന്നും ഒരുപാട് വ്ളോഗുകൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ഭക്ഷണമാണ് ബിരിയാണി എന്ന് പറയുന്നത്. പക്ഷേ ഈ ബിരിയാണിയുടെ ഒറിജിൻ എവിടെ നിന്നാണ് എന്ന് ആലോചിക്കുന്നത്. ഒരുപാട് കഥകൾ നിലവിലുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാജഹാൻ്റെ ഭാര്യ മുംതാസ് ഒരിക്കൽ ഇവരെ സന്ദർശിക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പടയാളികളൊക്കെ ഭയങ്കര ക്ഷീണിതരായി. ഇത് കണ്ട മുംതാസ് അവിടുത്തെ പാചകക്കാരനെ പോയി കാണുകയും അവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സുകളും കൂടുതൽ വെജിറ്റബിൾസും കൂടുതൽ മാംസവും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പടയാളികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പോഷക സമ്പന്നമായ ഒരു വിഭവം തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആ പാചകക്കാരൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അതേപോലെ തന്നെ തമിഴ് പുരാണങ്ങളിലും പണ്ട് ഇതുപോലെ അരിയും മാംസമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അരിയും മാംസവും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭവം ഉണ്ടായിരുന്നു എന്ന് പല ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണ് ഇത് ബിരിയാണി എന്ന് പറയുന്നത്. കോഴിക്കോട് നിന്നും ഏകദേശം 300 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ഭക്ഷണം അത്രയേറെ ഇഷ്ടത്തോടെ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബിരിയാണി തന്നെയായിരിക്കും. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ദിണ്ടുഗലിലേക്കാണ്. ദിണ്ടുഗൽ പലരും കേട്ടിട്ടുണ്ടാകും. ഒരുപാട് ഒരുപാട് നല്ല ബിരിയാണികളുടെ ഉറവ് കേന്ദ്രമായിട്ടുള്ള ദിണ്ടുഗലിലേക്കാണ് ഇന്നത്തെ യാത്ര. പലരും കേട്ടിട്ടുണ്ടാവും ദിണ്ടുഗൽ തലപ്പാക്കറ്റ് ബിരിയാണി, അതേപോലെ ദിണ്ടുഗൽ വേണു ബിരിയാണി, ദിണ്ടുഗൽ ശിവ ബിരിയാണി. അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരുപാട് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബിരിയാണിയുടെ ഉറവ് കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ മുൻപ് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ദിണ്ടുഗൽ തലപ്പാക്കറ്റ് ബിരിയാണിയും വേണു ബിരിയാണിയും ശിവ ബിരിയാണിയൊക്കെ ഞാൻ ഓൾറെഡി കഴിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് അത് കഴിക്കണം എന്ന് തോന്നിയത് കൊണ്ട് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. ഒപ്പം ഈ ബിരിയാണി എന്താണെന്നും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദിണ്ടുഗലിലേക്ക് എത്തി. ദിണ്ടുഗലിൽ നിന്നും നേരെ ഞങ്ങൾ പോകുന്നത് ദിണ്ടുഗൽ ശിവ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടേക്ക് കാറും എടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ കുറവാണ്. പിന്നെ വളരെ ഇടുങ്ങിയ റോഡാണ്. പാർക്കിംഗ് ഇല്ലാത്തത് കാരണം തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് മാറി കുറച്ച് ദൂരോട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. ഇതാണ് ദിണ്ടുഗൽ ശിവ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പം ഇവിടെയുള്ള ഈ ശിവ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിനകത്തേക്ക് കയറിയിരുന്നു. നല്ല വൃത്തിയുള്ള ഒരു വാഴയില കൊണ്ടുവച്ചു. ഈ വാഴയിലയിലാണ് കേട്ടോ ബിരിയാണി സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാത്തിരുന്ന ബിരിയാണി എത്തി. അപ്പം ഇതിൻ്റെ സൈഡ് ഡിഷൊക്കെ വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തത് കാരണം ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ, എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ബിരിയാണി ഹാഫ് ബിരിയാണി ഫുൾ ബിരിയാണി എന്ന് പറയുന്നത് പോലെ ഇവിടെ ക്വാർട്ടർ ബിരിയാണി ഹാഫ് ബിരിയാണി എന്നാണ് ഇവിടെ പറയുക. അപ്പം ഞങ്ങൾ 2 ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മട്ടൻ ചുക്കയും ഞങ്ങൾ ഓർഡർ ചെയ്തു. അതിഗംഭീരമായിരുന്നു. ഇവിടുത്തെ ബിരിയാണിക്ക് ക്വാർട്ടർ ബിരിയാണിക്ക് ഏകദേശം 200 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ഒരാളുടെ വയറ് നിറയണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 ക്വാർട്ടർ ബിരിയാണിയെങ്കിലും കഴിക്കണം. ഞങ്ങളങ്ങനെ ശിവ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് വേണു ബിരിയാണി കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അതിനിടയിൽ തമിഴ്നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു വളരെ രസമുള്ളൊരു ഡ്രിങ്കാണ് ഈ റോസ് മിൽക്ക്, ബദാം മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. വളരെ കോസ്റ്റ് കുറവുണ്ട്. കാരണം ഒരു ഗ്ലാസ്സിനാകെ 10 രൂപ 15 രൂപ മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ വളരെ രുചികരമായിട്ടുള്ളൊരു ഡ്രിങ്ക്സാണിത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേര് ഓരോ ബദാം മിൽക്കും റോസ് മിൽക്കൊക്കെ പറഞ്ഞ് അതൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ വീണ്ടും ബിരിയാണിയിലേക്ക് പോയി.
ഇതാണ് വേണു ബിരിയാണി എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുമുണ്ട്. അപ്പം വേണു ബിരിയാണീൻ്റെ മറ്റൊരു ശാഖ പാലക്കാടിനടുത്ത് പൊള്ളാച്ചിയിൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വേണു ബിരിയാണീൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെയും വാഴയിലയിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ മട്ടൻ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ മീറ്റ് ബോളും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓൾറെഡി ഞങ്ങൾ ശിവ ബിരിയാണിയിൽ നിന്നും ബിരിയാണി കഴിച്ചതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ഹാഫ് ബിരിയാണി മാത്രം കഴിച്ചു. ഈ വേണു ബിരിയാണിയും ശിവ ബിരിയാണി ഞാൻ ഇതിനു മുൻപും കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കഴിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണു ബിരിയാണിയാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളതാണ് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി. ടേസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദിണ്ടുക്കലിലെ ശിവ ബിരിയാണിയാണ്.